നമുക്കിടയിലൊരു കേരയും കൊണ്ട് കറി വെക്കാം. അതിനുവേണ്ടി 1.5 കിലോ കേര നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി കൊണ്ടെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു കുറച്ച് പീസ് വറക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയൊക്കെ കൊണ്ട് വെച്ച് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചേരുവകളെല്ലാം കൊണ്ട് ചേർത്ത് നമുക്ക് കിടലിനായിട്ട് നമ്മുടെ കേരയും കൊണ്ട് കറിയും കൊണ്ട് വെക്കാം. അന്നേരം കേരയും കൊണ്ട് കറി വെക്കാൻ ചട്ടി നമ്മൾ അടുപ്പത്തെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അന്നേരം ചട്ടി വെച്ച് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. അങ്ങനെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2-3 ചുവന്നുള്ളി കട്ട് ചെയ്തത്, 4-5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, പിന്നെ 2 പച്ചമുളക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയേറ്റം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി, ഒരു 3.5 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണ്, മല്ലിപ്പൊടി കുറച്ചായിട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരല്പം ഉലുവാപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയാണ് മൂപ്പിച്ചെടുക്കാം പൊടിയൊക്കെ. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് നല്ലപോലെ തിളപ്പിച്ചങ്ങ് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4-5 കഷ്ണം കുടംപുളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് അങ്ങോട്ട് തിളപ്പിക്കാം. എന്നിട്ട് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങളുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്ക് തിളക്കട്ടെ. നമ്മുടെ മീനിൻ്റെ ചേരുവകളെല്ലാം കൊണ്ട് വെച്ച് നല്ലപോലെ തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് എടുത്ത് കറക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കാം. എന്നാലും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കറിയെല്ലാം അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ പരുവത്തിന് തന്നെയുണ്ട്. ഈ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാവും. അല്പം ചാറോടുകൂടിയാണ് നമ്മൾ ഈ മീൻകറി കൊണ്ട് വെക്കുന്നത്. മീൻകറി നമുക്ക് അടച്ചുകൊണ്ട് വെക്കാം. എന്നാൽ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് കൊണ്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ചേരുവകളെല്ലാം പിടിച്ച് നമ്മുടെ മീൻകറി നല്ല സെറ്റാവും. ഇനി 1 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് അടച്ചങ്ങോട്ട് വെക്കാം. വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്തതായതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്.
ഇനിയും മാറ്റി വെച്ച് നല്ലപോലെ ഇരുന്ന് നമ്മുടെ തണുക്കട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻകറിയെല്ലാം നല്ലപോലെ തണുത്ത് എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവനെ എടുത്ത് അവിടെ ചോറ് അങ്ങോട്ട് കഴിക്കണം. നല്ല കിടലിനായിട്ട് കുറുകി ഇരിക്കുന്ന നമ്മുടെ സൂപ്പർ കേരക്കറി. എന്നാലും നമ്മുടെ കീഴിലെ കേരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോറിനകത്തൊക്കെ കൊണ്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല കിടിലൻ കേരക്കറി. ഇവനെ ഒഴിച്ച് ഇനി നമുക്കവിടെ ചോറ് അങ്ങോട്ട് കഴിക്കണം. നല്ല ചാറോട് കൂടി. എന്നാലും നമ്മളെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്നത് ചേന മെഴുക്ക് പുരട്ടി, ഒരു മീൻ വറുത്തത്, അതുപോലെ തന്നെ നമ്മുടെ കേരക്കറി, മോരുകറി, ഇതെല്ലാം കൂടെ ഒഴിച്ച് ഇനി ഒരു പിടി കൊണ്ട് പിടിക്കണം.